സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചൃതഹർത്രേണ നിർപ്പാസ്യമാനം അസ്പഷ്ടം ദിട്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് പാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു, ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിലെ 71ാമത്തെ ദശകം 2 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. കേശി എന്ന അസുരൻ ഭഗവാനെ വധിക്കണം എന്ന ഉദ്ദേശത്താൽ വരുന്നു, ഭഗവാനാൽ വധിക്കപ്പെടുന്നു. അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വളരെയേറെ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് ഗന്ധർവത ഉണ്ടെങ്കിലും, ഗന്ധർവൻ എന്നുള്ള വാക്കിന് കുതിര എന്നർത്ഥമുണ്ട്. അതേസമയത്ത് ഗായകരായിരിക്കും ഗന്ധർവൻ, ആ ഒരർത്ഥം വേറെയാണ്. ഇവിടെ ഗന്ധർവത ഉണ്ടായിട്ടും കർണകഠോരമായ അട്ടഹാസങ്ങളും ശബ്ദങ്ങളും പുറപ്പെടുവിച്ചുകൊണ്ട് അവൻ ഗോകുലത്തെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് കൃഷ്ണനോടടുത്തു. ഇനി അടുത്ത ശ്ലോകം. താക്ഷാർപ്പിതാംഗ്രേ തവ താക്ഷയേഷ ചിക്ഷേപവക്ഷോഭു വിനാമപാദം മൃഗോപദാഘാതകഥാം നിശമ്യ സേനാഭിശക്യം തത് ഇതീവ മോഹാത്. ഇപ്പം എന്ത് ചെയ്തു? താർക്ഷ്യാർപ്പിതാംഗ്രേ, ഈ കുതിര ഗരുഡനിൽ പാദങ്ങൾ അർപ്പിച്ചിട്ടുള്ള നിന്തിരുവടിയുടെ ഗരുഡനിൽ പാദങ്ങൾ വെച്ചിട്ട് സഞ്ചരിക്കുകയാണല്ലോ ഭഗവാന്റെ ഒരു രീതി. അദ്ദേഹത്തിൻ്റെ മാറിടത്തിന് വക്ഷോഭുവി പാദം ചിക്ഷേപ, പാദത്തെ വെച്ചു അല്ലെങ്കിൽ ശക്തിയായിട്ട് കുടഞ്ഞു, കാല് കൊണ്ട് ചവിട്ടി എന്നർത്ഥം. ഏഷ താർക്ഷ്യ, അവിടെ താർക്ഷ്യൻ എന്നുള്ളതിൻ്റെ നാനാർത്ഥം പ്രയോഗിച്ചത് നോക്കണം. ഈ കുതിര, ഏഷ താർക്ഷ്യ, ഈ കുതിര എന്ത് ചെയ്തു? താർക്ഷ്യത്തിൽ അർപ്പിക്കപ്പെട്ട പാദത്തോടു കൂടിയ ഭഗവാനെ ആക്രമിച്ചു. ഏത് താർക്ഷ്യൻ? അവിടെ ഗരുഡനാണ്. 2 അർത്ഥമുണ്ട് താർക്ഷ്യൻ. നാരായണീയ എങ്ങനെ നോക്കിയാൽ കുറച്ച് സംസ്കൃതമൊക്കെ ഇവിടെ തന്നെ പഠിഞ്ഞോളും, വെക്കാബുലറി. ഇപ്പോൾ താക്ഷ്യൻ എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഒന്ന് ഗരുഡൻ, ഒന്ന് കുതിര. കുതിരയായിരിക്കുന്ന താർക്ഷ്യൻ എന്ത് ചെയ്തു? ഗരുഡനിൽ പാദങ്ങൾ വെച്ചിട്ടുള്ള ഭഗവാനെ ആക്രമിച്ചു. എങ്ങനെ ആക്രമിച്ചു? ചിക്ഷേപ വക്ഷോഭുവി, മാർത്ത് പോയിട്ടാണ് ചവിട്ടി. എന്ത് ഇവൻ ഇങ്ങനെ ഒരാക്രമണ മുറ സ്വീകരിക്കാൻ കാരണം? കവി തമാശയായിട്ട് ഊഹിക്കുകയാണ്, കാര്യമായിട്ടൊന്നുമല്ല. ഭൃഗോ പദാഘാതകഥാം നിശമ്യ. പണ്ട് ലക്ഷ്മിയുടെ മടിയിൽ തലവെച്ച് ഭഗവാൻ ഉറങ്ങുമ്പോൾ ഭൃഗു മഹർഷി ഏത് ദൈവത്തിനാണ് ശ്രേഷ്ഠത ത്രിമൂർത്തികളിൽ നിന്ന് അറിയാൻ ഭഗവാന്റെ മാറത്ത് ചവിട്ടിയൊരു കഥ നമുക്കൊക്കെ അറിയാം. ഭൃഗു പരീക്ഷ. അപ്പോഴും കോപിച്ചില്ല ഭഗവാൻ. അങ്ങനെ അദ്ദേഹമാണ് ക്ഷമാശീലൻ എന്ന് കണ്ടെത്തിയ കഥ. അത് കേട്ടിട്ടാണോ നിശ്ചല്യ, മാറത്ത് ചവിട്ടിയതായിരിക്കുന്ന ഭൃഗുവിനെ ഭഗവാൻ ഒരു തരത്തിലും ശിക്ഷിക്കുകയല്ല ചെയ്ത്, കാല് ഒഴിഞ്ഞു കൊടുത്ത് ഞാൻ അങ്ങ് വന്നത് അറിയാത്ത കുറ്റത്തിന് ക്ഷമിക്കണേന്ന് പറയുക ചെയ്തു. അപ്പോൾ ഈ മാറത്ത് ചവിട്ടിയവർക്കൊക്കെ ഭഗവാനെ കിട്ടുന്ന തെറ്റിദ്ധരിച്ചിട്ടാണോ, ധാരണ കൊണ്ടാണോ നിശ്ചല്യ എന്ന് പറയുക. മൃഗോ പദാഘാത കഥാം നിശമ്യ. ശമ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട്. ഭൃഗു പണ്ട് മാറത്ത് ചവിട്ടിയ കഥ കേട്ടിട്ടാണോ നിശ്ചല്യ, അതുപോലെ ഒന്ന് ചെയ്തളയാം എന്ന് കരുതി വക്ഷോഭുവി പാദം ചിക്ഷേപ, മാറത്ത് കാലുകൊണ്ട് ചവിട്ടി. വക്ഷോഭുവി പാദം ചിക്ഷേപ, ചിക്ഷേപ ചവിട്ടി.
വക്ഷോഭുവി മാറത്ത്. സേനാഭിഷക്യം തദിതീവമോഹാൻ, തനിക്കും അതിന് കഴിയും എന്ന് വിഡ്ഢിത്തം വിചാരിച്ചു. മഹാന്മാരൊക്കെ ചിലതൊക്കെ ആവാം എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരതിന് പുറപ്പെട്ടാലേ എന്താ ഉണ്ടാവുക? നമ്മൾ അച്ഛ മലയാളത്തിലൊരു ശൈലി പറയാറുണ്ടല്ലേ, ആന പിണ്ടിയിടുന്നത് കണ്ടിട്ട് മുയൽ അത് ശമിച്ച എന്താ ഉണ്ടാവുക? പിണ്ടി ഉണ്ടാവുമോ? മുയലിൻ്റെ കാട്ടം തന്നെ ഉണ്ടാവും. അതുപോലെ സേനാഭിഷക്യം, എനിക്കും ഇതിന് കഴിയും, ശക്യം കഴിയും. അപ്പോൾ ഈ മാറത്ത് ചവിട്ടുക ഭൃഗുവിനെ മാത്രം കുത്തകയാ? ഞാനാണ് ചവിട്ടിയപ്പോൾ എന്താ ഉണ്ടാവുക? ഭൃഗോപദാഘാത കഥാം നിശമ്യ സേനാഭിഷക്യം, എനിക്കും ഇതിന് കഴിവുണ്ട്, ശക്യം കഴിവുണ്ട്. തത് അതീവ മോഹാത് വിഡ്ഢിത്തം. ഭൃഗു എവിടെ കിടക്കണു? കേശി എവിടെ കിടക്കണു? ഭൃഗു തപസ്യാണ്, അവർ ചവിട്ടിയാലും ഭഗവാൻ സഹിക്കും. ഇവിടെയോ പ്രപഞ്ചയൻ അസ്യ ഗുരാഞ്ജലം ദ്രാഗ്, ദ്രാഗ് എന്നാണ് അവിടെ. അമും, ദ്രാഗ് പ്ലസ് അമും ദ്രാഗമും. ദ്രാഗ് അമും ചിക്ഷേപിത ദൂരദൂരം സമൂർച്ഛിതോപിക്കതിമൂർച്ഛിതേന ക്രോധോഷ്മണ ഖാദിതുമാതൃതത്വാം. അസ്യ, ഭഗവാനെ, അങ്ങ് അവനെ, അസ്യ എന്ന് പറഞ്ഞാൽ അവനെ എന്ത് ചെയ്തു? കുതിരയുടെ കുളമ്പ് അടി ചവിട്ട് ഏൽക്കാതെ ഒഴിഞ്ഞു മാറി. ഭഗവാനാണോ അപ്പോൾ അതിനൊക്കെ വിഷമം? ചവിട്ടിങ്ങനെ കൊണ്ട് നിൽക്കുക ഭഗവാൻ. വധീവ തന്ത്രജ്ഞനായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞാട് മാറി. നീ എന്നെ കാണിച്ചു തരാം, ഇനി നിൻ്റെ കാലോട്ട് നീ ആരെയും ചവിട്ടില്ല. കുരാഞ്ചലം പ്രവഞ്ചയൻ, കുളമ്പടി ഏൽക്കാതെ ഒഴിഞ്ഞു മാറി. വേഗത്തിൽ അവനെ ദൂരത്തേക്ക് എറിഞ്ഞു. കുരാഞ്ചലം, കുരം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ കുളമ്പ്. കുളമ്പ് പശുവിൻ്റെയും മൃഗങ്ങളുടെയൊക്കെ കുളമ്പുണ്ടല്ലോ, ആ കുളമ്പിനാണ് കുരാഞ്ചലം പ്രപഞ്ചയൻ. ദ്രാഗ് അമും, കുതിരയുടെ കുളമ്പടി ഏൽക്കാതെ വേഗം ഒഴിഞ്ഞു മാറി. ദ്രാഗമും എന്ത് ചെയ്തു? അവനെ ദൂരത്തേക്ക് എറിഞ്ഞു. അവൻ പോയി വീണത് എത്ര ദൂരത്താണെന്ന് വെച്ചില്ല, അത്ര ദൂരത്തേക്ക് ഒരൊറ്റ ഏറ്. പണ്ട് ഹനുമാൻ അക്ഷകുമാരനെ പിടിച്ചിട്ട് ചുഴറ്റി ഒരൊറ്റ ഏറ് എറിഞ്ഞു ആകാശത്തേക്ക്. വാഷിംഗ് മെഷീൻ തിരിയണ സ്പീഡിലെന്നാണ് ഞങ്ങൾ പറയുക. കടപടപടപടപടപടപടന്നൊരൊറ്റ ഏറ്. അക്ഷകുമാരൻ്റെ കഥയും കഴിഞ്ഞില്ലേ? അതുപോലെ ഒരൊറ്റ ഏറ്. 4 ചിറ്റിയാൽ പിന്നെ ആൾക്കാർ ബാക്കിയുണ്ടാവും. പിന്നെ ചുഴറ്റി ഒരൊറ്റേറ്. ദൂരം ചിക്ഷേപിത, ദൂരത്തേക്ക് എറിഞ്ഞു. അവൻ മോഹാലസ്യപ്പെട്ട് ബോധം കെട്ട് വീണു. സമൂർച്ഛിത അഭിഹി അതിമൂർച്ഛിതേന, മോഹാലസ്യപ്പെട്ട് ദേഷ്യം വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മോഹാലസ്യം മാറി. ഭഗവാനെ ഭക്ഷിക്കാൻ വേണ്ടി വന്നു. വായയിലേക്കാക്കിയിട്ട് കൊല്ലുക ഭഗവാനെ, വിഴുങ്ങിയ ആരും രക്ഷപ്പെടില്ലല്ലോ എന്ന് വിചാരിച്ച് ക്രോധോഷ്മണ, ബോധം തൽക്കാലം പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം വരും ചെയ്തു. അതീവ ക്രോധത്തോടു കൂടിയിട്ട് ത്വാം ഖാദിതും ഭക്ഷിക്കുക, ഭഗവാനെ അകത്താക്കി വിഴുങ്ങാൻ ശ്രമിച്ചു. ആ ദ്രുത അടുത്തേക്ക് പാഞ്ഞ് വന്നു. പ്രപഞ്ചയന്നസ്യ ഉപജാതി എന്ന വൃത്താണ് കേട്ടോ. പ്രപഞ്ചയന്നസ്യ കുരാഞ്ചലം കുരം കുളമ്പ് ഭഗവാനെ ചവിട്ടാൻ ഉയർത്തിക്കൊണ്ട് അമുഞ്ച ചിക്ഷേപിത ദൂരം, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഭഗവാൻ ദൂരെ അവനെ എറിഞ്ഞു. സ മൂർച്ഛിതോപി അതിമൂർച്ഛിതേന, അവൻ പെട്ടെന്നൊരു ബോധക്ഷയുണ്ടായി. വീണ്ടും ബോധം വന്ന്, ദേഷ്യം വന്ന് ഭഗവാനെ ഭക്ഷിക്കാൻ വായ തുറന്നു വന്നു. ക്രോധോഷ്മണ ഖാദിതുമാതൃതസ്ത്വാം. അങ്ങനെ ഗരുഡനിലെ ശരീരത്തിൽ ഗരുഡൻ അർപ്പിക്കപ്പെട്ട പാദത്തെ, ആ ഭഗവാനെ, അങ്ങനെയുള്ള ഭഗവാന്റെ മാറത്ത്
ചവിട്ടാൻ വേണ്ടി വന്നു. ഭൃഗുവിൻ്റെ ഭഗവാനെ ചവിട്ടിയ കഥ കേട്ടിട്ടാവാം അങ്ങനെ ചെയ്തത് എന്ന് ആദ്യത്തെ ശ്ലോകത്ത് പറഞ്ഞു. മൃഗോ പദാഘാത കഥാം നിശമ്യ സേനാഭിഷക്യം തദിതീവ മോഹ ഇതി എന്നാണ്. തത് പ്ലസ് ഇതി, തദിതീവ മോഹ. എനിക്കെന്താ പതായി കൂടെ. പ്രപഞ്ചയന്നസ്യ കുരാഞ്ചലം, കുരം കുളമ്പ്, കുളമ്പുകളൊക്കെ അങ്ങനെ ചവിട്ടാൻ തയ്യാറായിട്ട് പൊന്തിച്ച് ഭഗവാന്റെ മാറിനോട്ട് അടുത്തു. അമുഞ്ച ചിക്ഷേപിത ദൂരത്തേക്ക് എറിഞ്ഞു. അവൻ പിന്നെ ഭഗവാനെ ഭക്ഷിക്കാൻ വന്നു. സമൂർച്ഛിതോപി അതിമൂർച്ഛിതേന, ദേഷ്യത്തോടു കൂടി. ക്രോധോഷ്മണ ഖാദിതും, തിന്നാനായി കൊണ്ടുവന്നു. ഭഗവാനെ ഭക്ഷിക്കാൻ വന്നു. ഖാദിതും ആദൃതത്വം. ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.